റിലീസ് തീയതി അടുക്കും തോറും ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ആഘോഷമാക്കിക്കൊണ്ടാണ് എച്ച് വിനോദിന്റെ ജനനായകനെ പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. തമിഴിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായ വിജയ് തന്റെ കരിയർ അവസാനിപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ഏറെ വൈകാരികമായാണ് സിനിമാ പ്രേക്ഷകർ ജനനായകനെ നോക്കിക്കാണുന്നത്. എല്ലാ അർത്ഥത്തിലും വലിയ ക്യാൻവാസിലൊരുങ്ങുന്ന ചിത്രത്തിൽ വിജയ്ക്കൊപ്പം വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ബോളിവുഡ് താരം ബോബി ഡിയോളും യുവനടി മമിത ബൈജുവും ദളപതിക്കൊപ്പം ജനനായകനിൽ പ്രധാന വേഷത്തിലെത്തുന്നു. വിജയുടെയും ബോബി ഡിയോളിന്റെയും മമിത ബൈജുവിന്റെയും കഥാപാത്രങ്ങളെ പശ്ചാത്തലമാക്കിയാണ് ജനനായകൻ ഒരുക്കിയിരിക്കുന്നതെന്ന് സംവിധായകൻ എച്ച് വിനോദ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രൊജക്ടിന്റെ ആരംഭ സമയത്ത് ജനനായകന്റെ 6 വ്യത്യസ്ത വേർഷനുകൾ എഴുതിയിരുന്നെന്നും എന്തുകൊണ്ടാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ജനനായകൻ എന്നാക്കാൻ കാരണമെന്നത് നിങ്ങൾക്ക് ചിത്രം കണ്ടിറങ്ങുമ്പോൾ മനസ്സിലാവുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തമിഴ് വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ ഇലക്ഷൻ നേരിടാനൊരുങ്ങുന്ന വിജയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ജനനായകനെന്ന് നേരത്തെ വാദമുയർന്നിരുന്നു. ഇപ്പോഴിതാ ഇക്കാര്യത്തിലും സ്ഥിരീകരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകനായ എച്ച് വിനോദ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രത്തിലേക്ക് പുതിയ പൊളിറ്റിക്കൽ കണ്ടന്റുകൾ ചേർത്തിട്ടുണ്ടെന്നും ഇത് വിജയിയെ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായെന്നും വിനോദ് പറയുന്നു. തനിക്കൊപ്പം ചേർന്ന് ചിത്രത്തിലേക്ക് ബോൾഡായിട്ടുള്ള പുതിയ പൊളിറ്റിക്കൽ ഇൻപുട്ടുകൾ ചേർക്കാൻ അദ്ദേഹം സഹായിച്ചെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു. പൊങ്കൽ റിലീസായെത്തുന്ന ജനനായകന് ഭീഷണിയുമായി പൊളിറ്റിക്കൽ ഡ്രാമയായ ശിവകാർത്തികേയന്റെ പരാശക്തിയും ക്ലാഷ് റിലീസിനെത്തുന്നുണ്ട്. തമിഴ്നാട് മന്ത്രിയും വിജയുടെ പ്രധാന രാഷ്ട്രീയ എതിരാളിയുമായ ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയന്റ്സ് മൂവീസാണ് സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന പരാശക്തിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. തെലുങ്കു ചിത്രമായ ഭഗവത് കേസരിയുടെ റീമേക്കാണ് ജനനായകൻ എന്ന തരത്തിലും ചിത്രത്തിനെതിരെ നേരത്തെ ട്രോളുകൾ ഉയർന്നിരുന്നു.